എല്ലാവർക്കും നമസ്കാരം. ദീപാവലി ആശംസകൾ. ഇന്ന് ഞാനൊരു സ്വീറ്റ് ഡിഷാണ് ഉണ്ടാക്കുന്നത്. ദീപാവലി ആയിട്ട് വീട്ടിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബർഫിയാണ് ഉണ്ടാക്കുന്നത്. കടലമാവും മിൽക്ക് പൗഡറും ഒക്കെ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഈ ബർഫി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള വീഡിയോ നമുക്ക് കണ്ടു നോക്കാം. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. നമുക്ക് ബർഫി ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 കപ്പ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നല്ലവണ്ണം നെയ്യ് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 2 കപ്പ് അളവിൽ കടലമാവ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നല്ലവണ്ണം റോസ്റ്റ് ചെയ്യണം. കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇതൊന്ന് റോസ്റ്റായ മണമൊക്കെ വരുമ്പോഴേക്കും നമുക്കതിലേക്ക് നെയ്യ് ഒഴിച്ച കപ്പിന് 1 കപ്പ് അളവ് മിൽക്ക് പൗഡർ ഇട്ട് കൊടുക്കാം. അതായത് കടലമാവിൻ്റെ പകുതി അളവാണ് മിൽക്ക് പൗഡർ എടുക്കേണ്ടത്. മിൽക്ക് പൗഡർ ഇല്ല എങ്കിൽ 1 കപ്പ് പാലൊഴിച്ചിട്ട് അത് വറ്റിച്ചെടുക്കണം. അങ്ങനെയും ചെയ്യാം. അതേ കപ്പിൽ തന്നെ 1 കപ്പ് തേങ്ങ ചിരവിയതിട്ട് കൊടുക്കാം. തേങ്ങയൊന്ന് ചെറുതായി പൊടിച്ചെടുത്താൽ നല്ലതാണ്. എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം. നല്ലൊരു മണമൊക്കെ വരും. അതുപോലെ കളർ ബ്രൗൺ ആവാതെ നോക്കണം. അതിന് മുൻപ് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം. ഏകദേശം ഒരു 4 മിനിറ്റ് എല്ലാം കൂടി ഇളക്കിയപ്പോൾ എനിക്കിത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കടലമാവിട്ട അതേ അളവിൽ ഷുഗർ ഇട്ട് കൊടുക്കാം. 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് മെൽറ്റാക്കി എടുക്കാം. നല്ലവണ്ണം ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം. ഇതൊരു 1 നൂൽ പരുവമാകണം. ഏകദേശം സ്റ്റിക്കി ആകുന്ന ആ ഒരു സ്റ്റേജ് വരുമ്പോൾ നമുക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതിട്ട് കൊടുക്കാം. നല്ലവണ്ണം മിക്സ് ചെയ്യുക. ഇപ്പോൾ ഇത് 1 നൂൽ പരുവമായിട്ടുണ്ട്. ഇതുപോലെ 1 സ്ട്രിങ് ആയിട്ടിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ കിട്ടുന്ന രീതിയിലാകുന്നതാണ് ആ ഒരു പാകം. ഇനി നമുക്ക് ചൂടോടെ തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സിലേക്ക് ഈ പഞ്ചസാരപ്പാനി ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ ഒഴിച്ച് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കണം. കട്ട കെട്ടാതെ നല്ലവണ്ണം മിക്സ് ചെയ്യണം. ഇപ്പോൾ ഇത് നല്ലവണ്ണം മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബട്ടർ തടവിയ ഒരു ട്രേയിലേക്ക് മാറ്റാം. അടിയിലൊരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ട് സൈഡിലെല്ലാം ബട്ടർ തടവിയിട്ടുണ്ട്. ഗീയോ ബട്ടറോ ഓയിലോ എന്ത് വേണമെങ്കിലും നമുക്ക് പുരട്ടി കൊടുക്കാം. ഈ ഒരു ഷേപ്പിൽ ഞാൻ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് സ്ലൈസ് ചെയ്ത ബദാമും പിസ്തയും കൂടി ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം പ്രസ് ചെയ്ത് ഷേപ്പാക്കിയ ശേഷം ഫ്രിഡ്ജിൽ 1 മണിക്കൂർ വെച്ച് കഴിയുമ്പോൾ ഇത് സെറ്റായി കിട്ടും. ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇതിപ്പോൾ ഞാനൊരു അരമണിക്കൂറേ വെച്ചിട്ടുള്ളൂ. കട്ട് ചെയ്തെടുക്കാം. കുറച്ചുകൂടി സെറ്റാവാനുണ്ട്. ഫ്രീസറിൽ വെച്ചിരുന്നെങ്കിൽ പെട്ടെന്ന് സെറ്റായി കിട്ടുമായിരുന്നു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബർഫിയാണിത്. നെയ്യുടെയും ഏലക്കയുടെയും കടലമാവിൻ്റെയും ഒക്കെ നല്ലൊരു ഫ്ലേവറാണ് ഇതിന്. വീണ്ടും ഒരു അരമണിക്കൂർ കൂടി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുത്തപ്പോൾ എനിക്ക് നല്ലവണ്ണം സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്.
നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്